അപ്പോൾ ഫ്രണ്ട്സ് ഫുള്ള് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിതാ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏനപ്പുഴ മെയിൻ ക്യാമ്പസിലാണുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കുറച്ച് ഡിലേ ആയിരുന്നു. അപ്പോൾ നമ്മൾ എക്സാം ആയതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഡിലേ ആയത്. ഇനി നമ്മളെ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞ് നമ്മൾ നേരെ നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്തിട്ട് നേരെ ഇനി പുറത്താണ് നിൽക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഒരു വർഷം നമ്മളിവിടെ ഹോസ്റ്റലിൽ നമ്മൾ നിന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 85,000 രൂപയാണ് നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കേണ്ട ഒരു എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അപ്പം ഇനി അങ്ങോട്ട് നെക്സ്റ്റ് രണ്ടാമത്തെ ഇയർ മുതൽ പുറത്താണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. കസിൻസും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കൂടെയാണ് നമ്മൾ നിൽക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വെക്കേറ്റിങ്ങിൻ്റെ കുറച്ച് ഫോമും ഫില്ലപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ ദർലക്കട്ടേക്ക് വന്നിരിക്കുകയാണ്, നമ്മുടെ മെയിൻ യൂണിവേഴ്സിറ്റിയിലേക്ക്. ഇന്ന് നമ്മൾ നേരെ നാട്ടിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് നേരെ റൂമിൽ പോയിട്ട് നമ്മളെ ബാഗൊക്കെ എടുക്കണം. നമ്മളെ ബാഗൊക്കെ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ എന്തെല്ലാം സാധനമാണ് നാട്ടിൽ നിന്ന് ഈ ഒരു വർഷത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതെല്ലാം നമ്മൾ പാക്കാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരെ ട്രെയിൻ കയറിയിട്ട് നമ്മൾ നേരെ നാടായ നമ്മളെ വയനാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇതുവരെ നമ്മൾ കാണാത്ത നമ്മളെ അമൽ ബ്രോ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ പിക്ക് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് നമ്മളെ യൂണിവേഴ്സിറ്റിയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നേരെ നമ്മളെ ഹോസ്റ്റലിലേക്ക് പോകണം. ഹോസ്റ്റലിൽ നമ്മളെ ബക്കറ്റ് അതേപോലത്തെ സാധനങ്ങളൊക്കെ നമ്മളിനി തിരിച്ച് വരുമ്പോൾ നമ്മൾ ഈ റൂമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇന്ന് നമ്മൾ ഈ ഒരു റൂമിലേക്ക് നമ്മൾ ആക്കും. അപ്പോൾ അവിടെ പുറത്ത് നമുക്കൊരു വീടുണ്ട്. അപ്പോൾ വീട്ടിലാണ് ഇനി സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ 1 ഇയർ കഴിഞ്ഞ് ഇനി നമുക്ക് വരുന്നത് 3 മാസം നമുക്ക് പ്രാക്ടിക്കലാണ് വരുന്നത്. അപ്പോൾ എൻ്റെ സ്വന്തം നാടായ വയനാട് വിംസിലാണ് എനിക്ക് പ്രാക്ടിക്കലി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 3 മാസം നമ്മൾ നാട്ടിലുണ്ടാവും. നാട്ടിലത്തെ വ്ളോഗും വിശേഷങ്ങളും ഈ കാര്യം നമ്മൾ 3 മാസം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അഫിലിയേറ്റഡ് നോൺ അഫിലിയേറ്റഡ് അങ്ങനെ സീറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അഫിലിയേറ്റഡ് ആണ്. അഫിലിയേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റൽ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ നാടിൻ്റെ അടുത്ത് ഏതാണോ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് വരുന്ന ഹോസ്പിറ്റൽ ഉള്ളത് അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളെ പ്രാക്ടിക്കലി. അപ്പോൾ ഞാൻ എൻ്റെ നാടായ വിംസിലാണ് നമുക്ക് ചൂസ് ആക്കിയിട്ടുള്ളത്. അപ്പം ഇനി 3 മാസം അവിടെയാണ് നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് വ്ളോഗിങ് ഒക്കെ അലൗഡ് ആണോ എന്ന് അറിയില്ല. അലൗഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് നമ്മൾ എന്തായാലും വീഡിയോ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. പോരാത്തതിന് ഇന്ന് നല്ല മഴയാണ്, മംഗലാപുരത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ മഴത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ട്രെയിനൊന്നും നമ്മൾ ബുക്ക് ആക്കിയിട്ടില്ല. ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് ഇവിടുന്ന് വയനാട്ടിലേക്ക് ഒരു 4, 5, 6, 7 മണിക്കൂറോളം വരുന്നുണ്ട്. കോഴിക്കോടിലേക്ക് ഒരു 4 മണിക്കൂറും അത് കഴിഞ്ഞിട്ട് വയനാട്ടിലേക്ക് ഒരു 2 മണിക്കൂർ ബസ് യാത്ര അങ്ങനെയാണ് വരുന്നത്. വേറെയും ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാനുണ്ട്. നമ്മളെ കോളേജിനെ പറ്റിയും ഹോസ്റ്റലിനെ പറ്റിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓൺ ദി വേയിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യാനുള്ള കാരണങ്ങളുണ്ട്. അപ്പം കുറച്ച് ഇഷ്യൂസ് ഉള്ള കാരണമാണ് നമ്മൾ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വീഡിയോനകത്ത് പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ ക്യാമ്പസ് ലൈഫും ഹോസ്റ്റൽ ലൈഫും എന്താണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇനി അഡ്മിഷൻ എടുത്ത് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഓരോ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികളായാലും ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ട് വന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ നമ്മളെ മെയിൻ ക്യാമ്പസായ യൂണിവേഴ്സിറ്റി ആയ ദർലക്കട്ടയിൽ നമ്മൾ ഏനപ്പുഴേൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യാണ് പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ അമൽ ബ്രോ പിക്ക് ചെയ്യാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അമൽ ബ്രോയുടെ റൂമിലേക്കാണ് പോകുന്നത്, ഒരു വീട്. അപ്പം അങ്ങോട്ടാണ് ഞാൻ 3 മാസം കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് തിയറി ക്ലാസ്സിലേക്ക് വരുന്ന ടൈമിൽ നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതാ ഫ്രണ്ട്സ് നമ്മളെ വണ്ടിക്ക് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതാ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാ നമുക്ക് പോകാനുള്ളത് ആ വണ്ടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഹോസ്റ്റലിലേക്ക് പോകാം. നല്ല രീതിക്ക് തന്നെ മഴയാണ്. അപ്പോഴാണ് നമ്മുടെ വണ്ടി ആയിട്ട് നമ്മളെ മച്ചാൻ കൂട്ടാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഹോസ്റ്റലിൽ പോയിട്ട് ലഗേജൊക്കെ എടുത്തിട്ട് വേഗം അങ്ങ് ഇറങ്ങാം. അപ്പോൾ അതാ ഫ്രണ്ട്സ് നമ്മളിതാ ഹോസ്റ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോവാണ്. അപ്പോൾ ഇപ്പോൾ അതാ ഇവിടെ ഫുള്ള് പെയിൻ്റ് അടിയും പരിപാടിയൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് നിലവിൽ. അപ്പോൾ ഫുള്ള് നമ്മളെ ബെഡൊക്കെ പുറത്തേക്ക് ഇട്ട ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ റൂം അങ്ങനെ ലാസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഒരു വർഷം നിന്ന് നമ്മളെ റൂമിനോട് വിട പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതാ ഫ്രണ്ട്സ് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാ ഫ്രണ്ട്സ് ഫുള്ള് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരോടും ബായ് ഒക്കെ പറഞ്ഞേ.
അങ്ങനെ ലാസ്റ്റ് ഡേ നമ്മളിതാ എല്ലാ ഫ്രണ്ട്സുമായിട്ട് നമ്മളിതാ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഇന്നത്തെ ഫുഡാണ് ഈ കാണുന്നത്. നമ്മൾ ക്യാൻറ്റീനത്തെ ഫുഡാണ്. ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതാ നമ്മളെ ലഗേജൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ നമ്മൾ കാറിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മളെ വാർഡിനോടും ഇവിടെ നിൽക്കുന്നവരും നമ്മളറിയുന്നവരും എല്ലായിടത്തും ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഞാൻ കാറ് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി ഇവർ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ നമ്മളിന്ന് ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഈ ലഗേജ് കയറ്റിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ലൈക്കിൻ്റെ അടുത്ത് കൂടിയൊക്കെ പോയി അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഒടുക്കത്തെ തിരക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിതവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിതാ വേഗം തന്നെ നമ്മൾ ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് വേഗം ഓടി പോവാണ്. ഈ കാണുന്നതാണ് നമ്മൾ ട്രെയിൻ വെയിറ്റിംഗ് ആണ്. 2-3 മിനിറ്റും കൂടി ഉള്ളു എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയോ തപ്പി പിടിച്ചതാണ് ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഒന്നും പറയണ്ട, നമ്മളിതാ ട്രെയിൻ സ്റ്റാർട്ടായിട്ടുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളിൽ വിഷ്വൽസ് ഒന്നും നമുക്ക് കറക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. തിരക്ക് എന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്കാണ്. നമുക്ക് കാല് കുത്താൻ പോലും സ്ഥലമല്ല. അതുകൊണ്ട് ആകെ റിസ്ക് ആയിട്ടാണ് നമ്മൾ കോഴിക്കോടിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങിയപ്പോഴാണ് ഒരു സുഖം കിട്ടിയത്. അപ്പോൾ ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്കൊരു ഓട്ടോ വിളിച്ചിട്ട് നേരെ നമുക്ക് സ്റ്റാൻഡിലേക്ക് പോകണം, KSRTC സ്റ്റാൻഡിലേക്ക്. അതാണ് ഇനി അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത്. ഫുള്ള് തിരക്കാട്ടോ, എല്ലായിടത്തും തിരക്കാണ്. അപ്പോൾ വരി നിന്നിട്ട് നമുക്കത് ഓട്ടോയും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മുടെ KSRTC സ്റ്റാൻഡിലേക്ക് പോയിട്ട് നേരെ നമുക്ക് വയനാട്ടിലേക്കുള്ള ബസ്സിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. സീറ്റ് കിട്ടി ഗൈസ്, നല്ല തിരക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നാട്ടിലെത്തി. അപ്പം ബസ്സൊക്കെ വളരെ തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒടുക്കത്തെ തിരക്കായിരുന്നു. ട്രെയിനാണെങ്കിലും ഒടുക്കത്തെ തിരക്കായിരുന്നു. അപ്പോൾ ഒരു രക്ഷയില്ലേനും. അപ്പോൾ നമുക്ക് അത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കുന്നതൊന്നും അഫോർഡബിൾ അല്ലേനും. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തി ഡേ 2 ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റേയുടെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഞാനിനി നമ്മുടെ പ്രാക്ടിക്കൽ നമുക്ക് 3 മാസമാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവർ റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മളെ ദർലക്കട്ട ഭാഗത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കാണ് സ്റ്റേ ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ റൂമിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മളെ വണ്ടിയിൽ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ റൂമിലേക്ക് വെക്കും. അപ്പോൾ നമ്മളെ പ്രാക്ടിക്കൽ ലൈഫ് കഴിഞ്ഞിട്ട് നമ്മൾ തിയറി ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ഇനി നമ്മൾ അവരെ കൂടെയാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവരെയൊക്കെയാണ് നമ്മളെ വീഡിയോയിലൊക്കെ നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. ഹോസ്റ്റൽ വെക്കേറ്റിങ്ങിൻ്റെ ഫോമിൻ്റെ സംഭവം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയി. അതാണ് പിന്നെ ദർലക്കട്ട വന്നിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വന്നത്. കുറച്ച് പേപ്പേഴ്സൊക്കെ കൊടുക്കാനുണ്ട് നമുക്ക് വെക്കേറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഹോസ്റ്റലിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തായിരിക്കും നമ്മളെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് കുറേ അഡ്മിഷൻ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിലും ഈ സ്ക്രീനിലും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ ബന്ധപ്പെട്ടിട്ട് ജെന്യുവൻ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടും കോഴ്സിനെ പറ്റിയിട്ടും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്ക് ഫസ്റ്റ് ഇയർ നമുക്ക് ജെപ്പ് ഹോസ്റ്റലിനും സ്റ്റേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത പോക്ക് നമുക്ക് ദർലക്കട്ടയിലാണ് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നത്. ദർലക്കട്ട നമ്മൾ മെയിൻ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് YMK ഹോസ്റ്റലിലാണ് നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇനി വരുന്നത്. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും നമുക്ക് അവിടെയാണ് വരുന്നത്. അപ്പം മെയിൻ റീസൺ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. ആ ഹോസ്റ്റലിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അവിടെ സ്റ്റേ ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നമ്മൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് പുറത്ത് നമ്മുടെ ഫാമിലിക്കൊപ്പം നമ്മൾ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മുടെ ആ ഹോസ്റ്റലിലാണ് നമ്മളെ സീനിയേഴ്സും വേറെ ഒരുപാട് കോഴ്സുകൾ എടുക്കുന്ന കുട്ടികളെല്ലാവരും ആ ഒരു ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യുന്നത്. അതേപോലെ തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് നമുക്ക് ആ ഹോസ്റ്റലിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. റാഗിങ് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും എല്ലാ രീതിയിലും ചെറിയ ഇഷ്യൂസും ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സേഫായിട്ട് നല്ല രീതിക്ക് പോകാമെന്ന് വെച്ചിട്ട് ആണ് നമ്മൾ പുറത്തേക്ക് നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്യാമ്പസ് ഇനി എവിടെയാണ് വരാമെന്ന് അറിയില്ല. മുതിപ്പൂവിലേക്കാണ് നമ്മുടെ ഇനി സെക്കൻഡ് ഇയർ തൊട്ടിട്ട് നമുക്ക് നമ്മളെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതുവരെ ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ ഈ ബാച്ച് തൊട്ടാണ് നമുക്ക് ഫസ്റ്റ് ഇയർ കുളൂറിലേക്ക് നമുക്ക് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ എടുത്ത കോഴ്സ് AOT ആണ്, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജിയാണ് കോഴ്സ്. അപ്പോൾ ഈ കോഴ്സിൽ തന്നെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. 150 അടുത്തോളം കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വരുന്ന ബാച്ചിലാണെങ്കിലും ധാരാളം ഇതിനേക്കാൾ കൂടുതൽ കുട്ടികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഓക്യുപ്പൈ
ഓക്യുപ്പൈ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ് ക്ലാസ് റൂംസ് ആ ഒരു ഇത് കുറവായതുകൊണ്ടാണ് അവർ കുളൂരിലേക്കൊക്കെ ഇത് മാറ്റിയിട്ടുള്ളത്. അടുത്ത ബാച്ച് എങ്ങോട്ടാണ് ഇതുവരെ അപ്ഡേറ്റ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. മിക്കവാറും ഫസ്റ്റ് ഇയേഴ്സ് കുളൂറും സെക്കൻഡ് ഇയേഴ്സ് തൊട്ടൊരു മുതിപ്പും ആ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കാൻ പോവുക. അപ്പോൾ നമ്മൾ അലൈഡ് ഹെൽത്തിൻ്റെത് മെയിൻ ക്യാമ്പസ് നമുക്ക് മുതിപ്പുമാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ സീനിയേഴ്സും എല്ലാവരും നമ്മുടെ മുതിപ്പ് ക്യാമ്പസിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇനി മിക്കവാറും ഇനി നമ്മളിവിടുത്തെ പ്രാക്ടിക്കലി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന ടൈമിൽ മുതിപ്പ് ക്യാമ്പസിലേക്ക് ആയിക്കാരം നമ്മൾ ഇനി നമ്മളത്തെ പഠിത്തവും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഈ ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗിംഗ് ഒന്നും അത്രത്തോളം അഫോർഡബിൾ അല്ല. അപ്പോൾ നമ്മളൊരു ഡേ ഇൻ ലൈഫ് പോലെ നമുക്ക് വ്ളോഗ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് നോക്കി നോക്കാം. പെർമിഷനൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ഡേ ഇൻ ലൈഫ് ആയിട്ട് എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഹോസ്റ്റൽ ഫുഡിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഹോസ്റ്റൽ ഫുഡ് എങ്ങനെയാണെന്ന്. കാരണം പല ഹോസ്റ്റലിലത്തെയും ഓരോരോ ന്യൂസുകൾ കേട്ടിട്ടാണ് കമൻ്റായിട്ടും പേഴ്സണലായിട്ടും ഒരുപാട് സ്റ്റുഡൻസ് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഇതുവരെയായിട്ടും നമ്മുടെ ഏനപ്പിയ യൂണിവേഴ്സിറ്റീൻ്റെ ഹോസ്റ്റൽ ഫുഡിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. നല്ല ഫുഡാണ്, ഹോംലി ഫുഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഫുഡുകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം, വെള്ളപ്പം, നൂലപ്പം, ദോശ, ഇഡ്ഡലി അതേപോലത്തെ ഫുഡാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഒരു വർഷം സ്റ്റേ ചെയ്ത് അപ്പോൾ നമുക്കൊരു ഫുഡൊക്കെ ഒരു ടൈം ടേബിൾ രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. തിങ്കളാഴ്ച ഒരു ഫുഡ്, ചൊവ്വാഴ്ച ഒരു ഫുഡ്, ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡെയിലി ആ ഒരു റുട്ടീൻ, ആ ടൈം ടേബിൾ ആയിട്ടുള്ള ആ രീതിയിൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ആ ഒരു ചടപ്പാണ് ഫീൽ ആയിട്ടുള്ളത്. അല്ലാണ്ട് നമുക്ക് ഫുഡിന് നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഫുഡ് അടിപൊളിയാണ്. അതേപോലെ തന്നെ ഞാൻ നിന്ന ഹോസ്റ്റൽ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഏനപ്പേൻ്റെ ബോയ്സ് ഹോസ്റ്റലിൽ ഏറ്റവും സെറ്റ് ഹോസ്റ്റൽ ജെപ്പ് ഹോസ്റ്റലാണ്. കാരണം നമുക്ക് AC ഫെസിലിറ്റി വരുന്നുണ്ട്, അറ്റാച്ച് ബാത്റൂം വരുന്നുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ അവിടെ റാഗിങ്ങിൻ്റെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ബാക്കിയുള്ള ഹോസ്റ്റലിൽ റാഗിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. റാഗിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അഡ്മിഷൻ ടൈമിൽ നമ്മൾ വലിയൊരു ഫോം നമ്മൾ പൈസ ഒക്കെ കൊടുത്തിട്ട് വക്കീലിൻ്റെ സീലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആരും അതിനു വേണ്ടി മിണ്ടാണ്ടിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ബുദ്ധിമുട്ടായിട്ട് എന്ത് കാര്യങ്ങൾ ഫേസ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് തുറന്ന് നമ്മളെ മുകളിലുള്ള ടീച്ചേഴ്സിനോടോ വേറെ ആരാണോ അതിൻ്റെ ആളുകൾ അവരോട് നമുക്ക് എന്തായാലും പറയാം. അപ്പോൾ എൻ്റെ ഒരു കേസ് ഞാൻ തുറന്ന് പറയാമെന്നുണ്ടെങ്കിൽ എനിക്കും ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. താടി വടിക്കേണ്ട ഒരു കേസാണ് നമുക്ക് എൻ്റെ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനത് കംപ്ലയിൻറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഏനപ്പയിൽ തുടർന്ന് കൊണ്ട് പോകുന്ന ഒരു നോർമലായ സംഭവങ്ങളാണെന്നാണ് ഇവർ പറയുന്നത്. എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഫേസ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് അഡ്മിഷൻ എടുത്ത് വരുന്ന സ്റ്റുഡൻസിന് എന്തെങ്കിലുമൊക്കെ റാഗിങ് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ബാഡായിട്ട് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നടിച്ച് പറയാം, പറഞ്ഞേ പറ്റുള്ളൂ. കാരണം മിണ്ടാണ്ട് നിന്നിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ആണെങ്കിൽ വയനാട്ടിൽ ഇതേപോലെ അത് വലിയ റാഗിങ് ആയിരുന്നു. മരണപ്പെടുന്ന ഒരു ഇഷ്യൂ വരെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ വിഗ്നറി കോളേജിൽ. അപ്പോൾ അതേപോലെ മിണ്ടാണ്ട് നടന്നിട്ട് നമ്മൾ ഓരോ റാഗിങ്ങിൽ പെടാണ്ട് എന്താണോ കാര്യങ്ങൾ അതൊക്കെ തുറന്ന് എല്ലാവരോടും പറയാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ ഏനപ്പിയ യൂണിവേഴ്സിറ്റീൻ്റെ ക്യാമ്പസ് ലൈഫിനൊക്കെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമുക്ക് നല്ല ചില്ലായിട്ട് എൻജോയ് ചെയ്ത് പോവുക. നമ്മളെ പഠിത്തൊരു ഭാഗത്ത് കൂടി പോകും, അതേപോലെ നമ്മളെ എൻജോയ്മെൻറ്റ് ലൈഫ് വേറൊരു ഭാഗത്ത് കൂടി പോകും. ലൈഫൊക്കെ അടിപൊളിയാണ്. ഏനപ്പിയ ലൈഫും ഹോസ്റ്റൽ ലൈഫും ക്യാമ്പസ് ലൈഫും എല്ലാം ഓവറോൾ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. പിന്നെ അതേപോലത്തെ അഡ്മിഷൻ റിലേറ്റഡ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏനപ്പിയ യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെങ്കിലും മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും എല്ലാ ഫീൽഡിലേക്കും നമുക്ക് അഡ്മിഷനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ വയനാട്ടിലാണ് നമ്മളെ പ്രാക്ടിക്കലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ വയനാട് വിംസിലാണ് എനിക്ക് പ്രാക്ടിക്കൽ ഉള്ളത്. അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും ഒരു 3 മാസം നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഐ ആം നോട്ട് ഷുവർ, ചിലപ്പോട്ടോ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഗൾഫിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഏട്ടൻ ഗൾഫിലാണുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ കുറച്ച് ദിവസത്തിന് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോസായിട്ട് വരും. അവിടുത്തെ ആ ഒരു വീഡിയോസൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ പ്രാക്ടിക്കലിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഹോസ്റ്റലിൽ നമ്മൾ വെക്കേറ്റ് ചെയ്തപ്പോൾ ഞാൻ സേഫായി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ പ്രാക്ടിക്കൽ ലൈഫാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ അടുത്ത വീഡിയോസ് നമ്മൾ വരുന്നത് ദുബായ് വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രേൻ്റെ വീഡിയോ ആണ് അടുത്ത നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് എപ്പിസോഡ്സ് ആയിക്കാരം കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കാനും നമ്മളെ വയനാട്ടിലത്തെ വിശേഷങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മളെ ഏനപ്പിയ യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ട് ഇതൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടോ നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി ഏനപ്പുഴനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ഫേക്കായിട്ടും പ്രൊമോഷനായിട്ടും ഇതുവരെയായിട്ടും ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ജെന്യുവൻ ആയിട്ട് എനിക്ക് എന്താണോ തോന്നി ആ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ഓപ്പണായി പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വേറെ കമൻറ്റിലൊക്കെ ഞാൻ കണ്ടായിരുന്നു നമ്മൾ പെയ്ഡ് ആയിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നതെന്ന്. പെയ്ഡൊന്നും അല്ല, ജെന്യുവൻ ആയിട്ട് എന്താണോ ഏനപ്പുഴ അതാണ് നമ്മൾ കുറച്ച് ഏനപ്പുഴ സീരീസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമ്മുടെ ഏനപ്പുഴ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അടുത്ത നമ്മൾ ദുബായ് വ്ളോഗായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.